അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ദേവയാനിക്ക് നല്ലൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും പാലൊക്കെ എടുത്ത് കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ നയനയുടെയും നവ്യയുടെയും തലയിൽ കയറാൻ നിൽക്കും. അത് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അനാമികയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിപ്പോൾ അവർ സമ്മതിച്ചു തരില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റണ്ട് നമ്മുടെ നയനയുടെയും നവ്യയുടെയും മെക്കിട്ടാവും കയറുക. ചിലപ്പോൾ പിന്നെ കിച്ചണിൽ വല്ല CCTV ക്യാമറയും വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളനെ പോയി പിടിക്കാം. കാരണം ഇപ്പം നവ്യാണ് ചെയ്തതെന്ന് പറഞ്ഞു. മറ്റേ എന്താണ്, എല്ലാവർക്കും കൂടെ വയറിളകാനുള്ള മരുന്ന് കൊടുത്തത് ഇപ്പം നവ്യാന്ന് പറഞ്ഞു. അത് അനാമികയോട് മാത്രമേ ഉള്ളൂ പറഞ്ഞതെങ്കിലും ആ ഒരു കയറി പിടിച്ചിരിക്കുകയാണ്. കാരണം അവർ ചെയ്ത കള്ളം മുഴുവനെ നവ്യയുടെ മേലിട്ടിട്ട് ഇപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ പറഞ്ഞൊരു നവ്യ കുഞ്ഞിനെ കളയാൻ എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് കൊടുന്ന് പാലിൽ കലക്കിയിരിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കുടുംബത്താണ് ഈ നടക്കുന്നത് എന്നുള്ളത്. എന്തായാലും പത്രമാറ്റ് കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തായാലും ദേവയാനിക്ക് അങ്ങനെ ഒരു തിരിച്ചടി അത്യാവശ്യമാണ്. ചില്ലറയൊന്നുമല്ല നമ്മുടെ നയനേനിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. നയനയ്ക്കും ആദർശിനും മാത്രമുള്ള അവിടെ ചുട്ടവിട്ട കാര്യങ്ങളൊക്കെ എവിടെ അനന്തപുരി തറവാട്ടിൽ. വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ അനാമികനെങ്കിലും അനിയുടെ റൂമിൽ തന്നെയാണ്, താഴെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ജയനും ദേവയാനിയാണെങ്കിലും അവരും അവരുടെ റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതൊക്കെ എല്ലാവരുടെയും റൂമിൽ തന്നെ. ഇപ്പോൾ അബിയും പിന്നെ നവ്യാണെങ്കിൽ അവരും അവരുടെ റൂമിൽ തന്നെ കിടക്കുന്നത്. ഇപ്പോൾ ഈ നയനയ്ക്കും മാത്രമേ ഉള്ളൂ, നയനയ്ക്കും ആദർശനും മാത്രമേ ഉള്ളൂ എവിടെ ഇല്ലാത്ത ചിട്ടകൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ പിന്നെ ദേവയാനിക്ക് അങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയല്ലേ പറ്റുള്ളൂ, കിട്ടണം. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇനി വരാൻ പോണത് എന്നുള്ളത്. ഒരു പാർട്ടീഷൻ നടത്താനുള്ള കൊടുമ്പിരി കൊണ്ട പ്രശ്നത്തിൽ മറ്റേ എന്താണ് ഇതിലാണ് അനാമികയുടെ വീട്ടുകാരൻ. കാരണം അതിൽ കിട്ടിയിട്ട് വേണം അവർക്ക് കൊണ്ടുപോയിട്ട് കൊട്ടാരം പണിയാനും കടങ്ങൾ വീട്ടാനും വേണ്ടിയിട്ട്. ഒരു ആഭാസത്തരാന്ന് ആലോചിച്ച് നോക്കൂ. ആരാൻ്റെ കയ്യിലെ മുതൽ കണ്ടിട്ടാണ് ഈ കടന്ന് തുള്ളണത്. കാര്യം ശരിയാണെങ്കിലും കഥയാണെങ്കിൽ തന്നെയും കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരുന്നൊരു സാഹചര്യമാണ്. എന്തായാലും നല്ലൊരു ഇത് തന്നെയാണ്, നല്ല കഥകളായിട്ടാണ്. പിന്നെ അടുത്ത ആഴ്ചത്തെ, അതായത് തിങ്കളാഴ്ച തൊട്ടുള്ള ഇനി കാണാം നമുക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും നല്ലതാവട്ടെ, സീരിയലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. എന്തായാലും പത്രമാറ്റാണ് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു സീരിയൽ, പത്രമാറ്റാണ്. വേറെയുള്ളതൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ അത് കുറച്ച് നാളുകളായിട്ടുള്ളൂ ഞാനിത് സ്ഥിരമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അമ്മയായിരുന്നു സീരിയലൊക്കെ കാണുന്ന ആൾ. പക്ഷെ അമ്മ ഇപ്പോൾ പോയി. ഇപ്പോൾ പിന്നെ അനിയത്തിക്കുട്ടിക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവളുടെ കൂടെ ഇരുന്ന് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ കഥ പറഞ്ഞു തുടങ്ങിയത്. എന്തായാലും കൊള്ളാം. നമുക്ക് ദേവയാനി തിരിച്ചു വരട്ടെ. അല്ല, തിരിച്ചു വന്നിട്ടും കാര്യമൊന്നുമില്ല. വന്നാലും പിന്നെയും നയനയുടെ മെക്കെട്ടലേക്ക് കയറാൻ ചെല്ലുന്നത് മുഴുവനെ. അപ്പോൾ സത്യാവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പത്രമാറ്റിൻ്റെ കഥ നാളെ വീണ്ടും പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും. താങ്ക് യു.